ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. കൂടുതൽ സന്തുലിതവും സമീകൃതവുമായ രൂപഭംഗി ലഭിക്കുന്നതിനും വേണ്ടിയോ മുഖത്തിന്റെ ചില പ്രത്യേക സവിശേഷതകളെ മെച്ചപ്പെടുത്തുന്നതിനോ മാറ്റുന്നതിനോ വേണ്ടിയാണ് മേക്കപ്പ് ടെക്നിക്കുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് കറക്റ്റീവ് മേക്കപ്പ് അഥവാ മേക്കപ്പിന്റെ സമീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യങ്ങൾ. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. മുഖങ്ങളെ അവയുടെ വ്യത്യസ്തതയ്ക്കനുസരിച്ച് തരംതിരിക്കുക. മുഖത്തിനും കവിളിനും ആവശ്യമായ കറക്റ്റീവ് മേക്കപ്പ് നടപടികൾ വിശദീകരിക്കുക. താടിയെല്ലുകൾക്ക് ആവശ്യമായ കറക്റ്റീവ് മേക്കപ്പ് നടപടികൾ വിശദീകരിക്കുക. മൂക്കിനാവശ്യമായ കറക്റ്റീവ് മേക്കപ്പ് നടപടികൾ വിശദീകരിക്കുക. വിവിധ മുഖാകൃതികൾ. മുഖങ്ങൾ പല ആകൃതിയിലുണ്ട്. അവ അണ്ഡാകൃതി, വട്ടമുഖം, നീണ്ടമുഖം അല്ലെങ്കിൽ ദീർഘചതുരാകൃതി, ചതുരാകൃതി, ഹൃദയാകൃതി അല്ലെങ്കിൽ തലകീഴായ ത്രികോണാകൃതി, ത്രികോണാകൃതി, ഡയമണ്ട് ആകൃതി എന്നിങ്ങനെയാണ്. ഇനി ഓരോ മുഖാകൃതിയെയും കുറിച്ച് വിശദമായി നോക്കാം. അണ്ഡാകൃതിയിലുള്ള മുഖം. സർവ്വസാധാരണ ആകൃതിയായ അണ്ഡാകൃതിയാണ് മുഖത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആകൃതിയായി കണക്കാക്കപ്പെടുന്നത്. കാരണം മറ്റ് ആകൃതികളിൽ ഉള്ള മുഖങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ആകൃതി മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാം ചെയ്യുക. താടിയെല്ലിനേക്കാൾ സ്വല്പം വിശാലവും സന്തുലിതവുമായ അനുപാതത്തിലുള്ള നെറ്റിയുള്ള മുഖമായതുകൊണ്ട് ഇത് ഏതാണ്ടൊരു വട്ടമുഖം പോലെ തോന്നിപ്പിക്കുന്നു. വട്ടമുഖം ഒരുപോലെയുള്ള വീതിയും നീളത്തോടും ചെറിയ വളവുകളുള്ളതും കൂർത്ത കോണുകൾ ഇല്ലാത്തതുമാണ് വട്ടമുഖം. പൊതുവെ കവിളെല്ലുകളായിരിക്കും മുഖത്തെ ഏറ്റവും വീതിയുള്ള ഭാഗം. താടിയെല്ലുകൾ ഒതുങ്ങിയതായിരിക്കും. നീണ്ട അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള മുഖം. ദീർഘചതുരാകൃതിയിലുള്ള മുഖം വീതിയേക്കാൾ നീളം കൂടിയതായിരിക്കും. നെറ്റി, കവിളെല്ലുകൾ, താടിയെല്ലുകൾ എന്നിവയ്ക്ക് ഏകദേശം തുല്യവീതി ആയിരിക്കും. ചെറിയ തോതിലുള്ള വളവുകളെ ഉണ്ടാകൂ. ചതുരാകൃതിയിലുള്ള മുഖം. ചതുരാകൃതിയിലുള്ള മുഖമുള്ളവർക്ക് ദൃഢമായ കോണുകളോടുകൂടിയ താടിയെല്ലും അതേ വീതിയിലുള്ള നെറ്റിയും ഉണ്ടാകും. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ മുഖത്തിന്റെ ഇരുവശങ്ങളും വളവില്ലാതെയും പരന്ന് ചതുരാകൃതിയിലും കാണപ്പെടും. ഹൃദയാകൃതിയിൽ അല്ലെങ്കിൽ തലകീഴായ ത്രികോണാകൃതിയിലുള്ള മുഖം. ഈ മുഖാകൃതിയുള്ളവർക്ക് വീതിയുള്ള നെറ്റിയും കവിളെല്ലുകളും വീതി കുറഞ്ഞ് കൂർത്തു നിൽക്കുന്ന താടിയെല്ലും ഉണ്ടായിരിക്കും. നെറ്റിയായിരിക്കും മുഖത്തെ ഏറ്റവും വീതിയുള്ള ഭാഗം. താടി കൂർത്തോ മുഴച്ചോ നിൽക്കും. ത്രികോണാകൃതിയിലുള്ള മുഖം. ഇടുങ്ങിയ നെറ്റിത്തടവും വീതിയുള്ള താടിയുമാണെങ്കിൽ അത് ത്രികോണാകൃതിയിലുള്ള അല്ലെങ്കിൽ പിയർ ഷേപ്പിലുള്ള മുഖമാണ്. നെറ്റിയിൽ നിന്ന് താടിയിലേക്ക് എത്തുമ്പോഴേക്കും മുഖത്തിന്റെ വീതി കുറഞ്ഞു വന്ന് അത് ത്രികോണാകൃതിയിൽ ആവുന്നു. ഡയമണ്ട് ആകൃതിയിലുള്ള മുഖം. ഡയമണ്ട് ആകൃതിയിലുള്ള മുഖത്തിന്റെ പ്രത്യേകത ഇടുങ്ങിയ നെറ്റിയും താടിയുമാണ്. മുഖത്തെ ഏറ്റവും വീതിയുള്ള ഭാഗം കവിളെല്ലുകളായിരിക്കും. കോണാകൃതികളോടുകൂടിയ ഈ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന കൂർത്ത താടിയുണ്ടായിരിക്കും. മുഖത്തിനും കവിളുകൾക്കുമുള്ള കറക്റ്റീവ് മേക്കപ്പ്. അണ്ഡാകൃതിയിലുള്ള മുഖം. അണ്ഡാകൃതിയിലുള്ള മുഖം സ്വാഭാവികമായും സന്തുലിതമായതുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്യുക എന്നതിലുപരി കൂടുതൽ ആകർഷണീയമാക്കുക എന്നതേ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ സ്വാഭാവികമായുള്ള പ്രത്യേകതകൾ ഹൈലൈറ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. കോണ്ടോ ചെയ്യുന്നതിനായി മാറ്റ് ബ്രോൺസറോ കോണ്ടോ പൗഡറോ ഉപയോഗിച്ച് കവിളുകളിലെ കുഴിഞ്ഞ ഭാഗം ആകർഷകമാക്കുക. കവിളുകളുടെ തുടുത്ത ഭാഗത്ത് ബ്ലഷ് ഇട്ട ശേഷം അത് നെറ്റിയുടെ വശങ്ങളിലേക്ക് പടർത്തുക. മുഖത്തിന് ആരോഗ്യകരമായ തുടുപ്പ് നൽകുന്നു. വട്ടമുഖം. കൂടുതൽ കോണായും നീളമായും തോന്നാൻ മാറ്റ് ബ്രോൺസർ അല്ലെങ്കിൽ കോണ്ടോ പൗഡർ ഉപയോഗിച്ച് കവിൾ, നെറ്റിയുടെ ഇരുവശങ്ങൾ, താടിയെല്ല് എന്നിവ കോണ്ടോ ചെയ്യുക. കവിളുകളുടെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ ആ ഭാഗത്ത് ബ്ലഷ് പുരട്ടുക. മുഖത്തിന് നടുവിലായി അധികം ഹൈലൈറ്റർ ഇടുന്നത് ഒഴിവാക്കുക. കാരണം അത് മുഖത്തിന്റെ വൃത്താകൃതി കൂടുതൽ എടുത്തുകാട്ടും. നീണ്ട അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ള മുഖം. മുഖത്ത് മൃദുത്വം കൂട്ടി മുഖത്തിന്റെ വലിപ്പം കുറവായി തോന്നിക്കാൻ നെറ്റിയിൽ, തലമുടി തുടങ്ങുന്നയിടത്തും താടിയിലും കോണ്ടോ ചെയ്യുക. മുഖത്തിന് വീതി കൂടുതലായി തോന്നുവാൻ കവിളിന്റെ തുടുത്ത ഭാഗത്ത് സമാന്തരമായി ബ്ലഷ് ചെയ്യുക. മുഖത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ തിളക്കം വർദ്ധിപ്പിച്ച് ശ്രദ്ധ മുകളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ ഹൈലൈറ്റർ ഇടുക. ചതുരാകൃതിയിലുള്ള മുഖം.
കോണ്ടൂറിംഗ് ടെക്നിക് ഉപയോഗിച്ച് താടി കൂർത്തു നിൽക്കുന്നത് മറയ്ക്കാൻ താടിയെല്ലിൽ മാറ്റ് ബ്രോൺസറോ കോണ്ടോ പൗഡറോ ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക. മുഖത്തെ ചതുരാകൃതിയിലുള്ള ആംഗിളുകൾ മറയ്ക്കാൻ കവിളുകളുടെ തുടുത്ത ഭാഗത്ത് ന്യൂട്രൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഷെയ്ഡിലുള്ള ബ്ലഷ് ഇട്ട് നെറ്റിയുടെ ഇരുവശങ്ങളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. നീളം കൂടുതലുള്ളതായി തോന്നാൻ മുഖത്തിന്റെ ഉയർന്ന ഭാഗങ്ങളായ കവിളെല്ല്, പുരികത്തിന്റെ എല്ല് എന്നിവിടങ്ങളിൽ സോഫ്റ്റായ ഹൈലൈറ്റർ പ്രയോഗിക്കുക. ഹൃദയാകൃതിയിലുള്ള മുഖം. നെറ്റിയുടെ വീതി കുറയ്ക്കാൻ തലമുടിയോട് ചേർത്ത് നെറ്റിയുടെ ഇരുവശങ്ങളിലും കോണ്ടോ ചെയ്യുക. ഹൃദയാകൃതിയിലുള്ള മുഖം വീതി കൂട്ടി ബാലൻസ് ചെയ്യാൻ കവിളുകളുടെ തുടുത്ത ഭാഗത്ത് ബ്ലഷ് ചെയ്ത് നെറ്റിയുടെ ഇരുവശങ്ങളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. മുഖത്തിന് തിളക്കം കൂട്ടി ബാലൻസ് ചെയ്യാൻ നെറ്റിയുടെ നടുഭാഗത്തും മൂക്കിന്റെ പാലത്തിന്മേലും താടിയിലും ഹൈലൈറ്റർ ഇടുക. ത്രികോണാകൃതിയിലുള്ള മുഖം. താടിയുടെ വീതി ബാലൻസ് ചെയ്യാൻ താടിയും കവിളുകൾക്ക് താഴെയുള്ള ഭാഗവും കോണ്ടോ ചെയ്യുക. മുഖത്തിന്റെ മേൽഭാഗത്തിന് വീതി തോന്നിക്കാൻ കവിളുകളുടെ തുടുത്ത ഭാഗത്ത് ബ്ലഷ് ചെയ്ത് നെറ്റിയുടെ ഇരുവശങ്ങളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. ശ്രദ്ധ മുകളിലേക്ക് ആകർഷിക്കുവാനായി കവിളലിന്റെ മേൽഭാഗത്തും നെറ്റിയുടെ ഇരുവശങ്ങളിലും ഹൈലൈറ്റർ ഇടുക. ഡയമണ്ട് ആകൃതിയിലുള്ള മുഖം. കവിളലിന്റെ വീതി കുറയ്ക്കാനും ബാലൻസ് ചെയ്യാനും നെറ്റിയും താടിയും കോണ്ടോ ചെയ്യുക. ഡയമണ്ട് ആകൃതിയിലുള്ള മുഖത്തിന്റെ കോണുകൾ കുറച്ച് കാണിക്കാൻ കവിളുകളുടെ തുടുത്ത ഭാഗത്ത് ബ്ലഷ് ചെയ്ത് നെറ്റിയുടെ ഇരുവശങ്ങളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. മുഖത്തിന്റെ ഉയർന്ന ഭാഗങ്ങളായ കവിളെല്ല്, പുരികത്തിന്റെ എല്ല് എന്നിവിടങ്ങളിലെ സ്വാഭാവികമായ പ്രത്യേകതകൾ ആകർഷണീയമാക്കാൻ അവിടെ സോഫ്റ്റായ ഹൈലൈറ്റർ പ്രയോഗിക്കുക. താടിക്കുള്ള കറക്റ്റീവ് മേക്കപ്പ്. ഉയർന്നു നിൽക്കുന്ന താടി. ക്ലയന്റിന് ഉയർന്നു നിൽക്കുന്ന താടിയുണ്ടെങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് ആക്കേണ്ടി വന്നേക്കാം. താടിയുടെ ഉയർച്ച ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ഒരു കോണ്ടൂറിംഗ് ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഒരു മാറ്റ് ബ്രോൺസറോ ഉപയോഗിച്ച് താടിയെല്ലിന് തൊട്ടു കീഴ്ഭാഗം ഷെയ്ഡ് ചെയ്യുക. മുഖത്തിന് വലിപ്പം തോന്നുന്നതിനും കീഴ്ത്താടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനും താടിയിലും താടിയെല്ലിനു മേൽഭാഗത്തും ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് സഹായകമാകും. പിന്നിലേക്ക് ചെരിവുള്ള താടി. താടിയെല്ല് കൂടുതൽ വ്യക്തമായി കാണിക്കാൻ താടിയെല്ലിന് തൊട്ടു താഴെയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഇതിനായി താടിയെല്ലിന്റെ പിൻഭാഗത്ത് നിന്ന് ആരംഭിച്ച് താടിയിലേക്ക് എന്ന ക്രമത്തിൽ ഒരു കോണ്ടൂറിംഗ് ഉൽപ്പന്നമോ മാറ്റ് ബ്രോൺസറോ പ്രയോഗിക്കുക. ഇത് ആ ഭാഗത്തിന് കാഴ്ചയിൽ ആഴം കൂട്ടാനും കൂടുതൽ ആംഗുലറായ പ്രതീതി സൃഷ്ടിക്കാനും സഹായിക്കുന്നു. ആ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാനും അവിടം തെളിഞ്ഞു കാണാനും താടിയിലും താടിയെല്ലിന്റെ മേൽഭാഗത്തും ഒരു ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം പ്രയോഗിക്കുക. ചതുരാകൃതിയിലുള്ള താടിയെല്ല്. താടിയെല്ലിന്റെ പിൻഭാഗത്ത് നിന്ന് ആരംഭിച്ച് താടിയിലേക്ക് എന്ന ക്രമത്തിൽ ഒരു കോണ്ടൂറിംഗ് ഉൽപ്പന്നമോ മാറ്റ് ബ്രോൺസറോ പ്രയോഗിച്ച് ചതുരാകൃതിയിലുള്ള താടിയെല്ലിന്റെ കോണുകൾ മയപ്പെടുത്തുക. കൂടുതൽ വൃത്താകൃതിയിലുള്ളതും കുറഞ്ഞ കോണീയവുമായ രൂപം സൃഷ്ടിക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു. മുഖത്തിന്റെ മധ്യഭാഗത്തേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ താടിയുടെ മധ്യഭാഗത്ത് ഒരു ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം പ്രയോഗിക്കുക. പോയിന്റഡ് അല്ലെങ്കിൽ ചിൻലെസ് ആയ താടിയെല്ല്. നിങ്ങളുടെ ക്ലയന്റിന് കൂർത്തത് അഥവാ പോയിന്റഡ് ആയതോ ഒട്ടും തള്ളി നിൽക്കാത്ത അഥവാ ചിൻലെസ് ആയതോ ആയ താടിയെല്ലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവ മേക്കപ്പ് ചെയ്ത് ശരിയായ താടി പോലെ തോന്നിപ്പിക്കാൻ കഴിയും. ഒരു കോണ്ടൂറിംഗ് ഉൽപ്പന്നമോ മാറ്റ് ബ്രോൺസറോ ഉപയോഗിച്ച് താടിയെല്ലിന് തൊട്ടു താഴെയുള്ള ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഈ പ്രക്രിയ താടിയിലേക്ക് തുടർന്ന് ആ ഭാഗത്തിന് കൂടുതൽ ആഴം തോന്നിച്ച് താടി കൂടുതൽ പ്രകടമാക്കുക. ഒരു ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം താടിയുടെ അഗ്രത്തിൽ പ്രയോഗിച്ച് ആ ഭാഗത്തേക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ അവിടം കൂടുതൽ തെളിച്ച് കാണിക്കുക. മൂക്കിനുള്ള കറക്റ്റീവ് മേക്കപ്പ്. വലിയ മൂക്ക്. മൂക്കിന്റെ വശങ്ങൾ മങ്ങിക്കാണുന്നതിനായി കോണ്ടൂറിംഗ് ഉൽപ്പന്നം പ്രയോഗിച്ച് വീതി കുറഞ്ഞ മൂക്കിന്റെ പ്രതീതി സൃഷ്ടിക്കുക. ശ്രദ്ധ മേൽഭാഗത്തേക്ക് ആകർഷിക്കുന്നതിനും കൂടുതൽ സന്തുലിതമായ രൂപമായി തോന്നിക്കുന്നതിനും മൂക്കിന്റെ പാലത്തിൽ ഒരു ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം പ്രയോഗിക്കുക. ചെറിയ മൂക്ക്. പുരികങ്ങളുടെ തുടക്കഭാഗത്തു നിന്നും ആരംഭിച്ച് മൂക്കിന്റെ വശങ്ങളിലേക്കായി താഴേക്ക് ഒരു കോണ്ടൂർ ഉൽപ്പന്നം പ്രയോഗിച്ച് ബ്ലെൻഡ് ചെയ്യുക. ഇത്
ആ ഭാഗത്ത് ഷേഡ് സൃഷ്ടിക്കുകയും മൂക്കിന് കൂടുതൽ വലിപ്പം തോന്നിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഒരു ചെറിയ മൂക്ക് വലുതായി തോന്നുന്നതിന് മൂക്കിന്റെ പാലത്തിൽ ഒരു ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം പ്രയോഗിച്ച് ഉയർത്തിക്കാട്ടി പ്രാധാന്യം തോന്നിപ്പിക്കാവുന്നതാണ്. നീണ്ട മൂക്ക്. മൂക്കിന്റെ അറ്റത്ത് ഇരുണ്ട ഷെയ്ഡ് പ്രയോഗിക്കുക. നീളം കുറവായി തോന്നിക്കാൻ മൂക്കിന്റെ മധ്യഭാഗത്ത് ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം പ്രയോഗിക്കുക. വളഞ്ഞ മൂക്ക്. വളഞ്ഞ ഭാഗത്ത് ഇരുണ്ട ഷെയ്ഡ് പ്രയോഗിക്കുക. മൂക്കിന്റെ നേരെയുള്ള ഭാഗത്ത് ഒരു ഹൈലൈറ്റിംഗ് ഉൽപ്പന്നം പ്രയോഗിച്ച് വളഞ്ഞ ഭാഗത്തു നിന്ന് ശ്രദ്ധ തിരിച്ച് നേരെയുള്ള മൂക്കിന്റെ പ്രതീതി സൃഷ്ടിക്കുക. മുഖം, കവിൾ, താടിയെല്ല്, മൂക്ക് എന്നിവയുടെ കറക്റ്റീവ് മേക്കപ്പ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ നോക്കാം. ആരംഭിക്കുന്നതിനു മുമ്പ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി അണുവിമുക്തമാക്കുക. ക്ലയന്റിന്റെ മുഖത്തെ അഴുക്കും എണ്ണമയവും നീക്കി വൃത്തിയാക്കിക്കൊണ്ട് ആരംഭിക്കുക. മുഖം കഴുകി ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ഒപ്പി ഉണക്കുക. ചർമ്മത്തിന് അനുയോജ്യമായ മോയ്സ്ചറൈസർ പ്രയോഗിക്കുക. തുടരുന്നതിന് മുൻപ് മോയ്സ്ചറൈസർ ആഗിരണം ചെയ്യാൻ അനുവദിക്കുക. ഒരു മേക്കപ്പ് പ്രൈമർ പ്രയോഗിച്ച് ഫൗണ്ടേഷൻ പ്രയോഗിക്കാനുള്ള നിരപ്പുള്ള അടിസ്ഥാനം സൃഷ്ടിക്കുക. ഇത് കൂടുതൽ നേരം നിലനിൽക്കുന്ന കൂടുതൽ ഫിനിഷുള്ള മേക്കപ്പിന് സഹായിക്കും. കളർ കറക്ഷൻ പ്രയോഗിക്കുന്നതിന് മുൻപ് കളർ കറക്ഷന്റെ പൊതുവായ ചില അടിസ്ഥാന കാര്യങ്ങൾ നോക്കാം. പച്ച നിറം ചർമ്മത്തിലെ ചുവപ്പ് അല്ലെങ്കിൽ റോസേഷ്യയെ നിർവീര്യമാക്കുന്നു. പീച്ച് അല്ലെങ്കിൽ ഓറഞ്ച് നിറം കണ്ണുകൾക്ക് താഴെയുള്ള ഇരുണ്ട വൃത്തങ്ങൾ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, നീല, പർപ്പിൾ നിറങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ലാവെൻഡർ നിറം മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങളെ നിർവീര്യമാക്കുന്നു. മഞ്ഞ നിറം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ് എന്നീ നിറങ്ങളെ ശരിയാക്കുന്നു. പിങ്ക് നിറം മഞ്ഞ, ഇളം പച്ച നിറങ്ങളെ നിർവീര്യമാക്കുന്നു. ക്ലയന്റിന്റെ മുഖത്ത് ആവശ്യമുള്ളിടത്ത് കളർ കറക്ഷൻ പ്രയോഗിക്കുക. കണ്ണിന് താഴെയുള്ള വൃത്തങ്ങൾ, കളങ്കങ്ങൾ അല്ലെങ്കിൽ കറുത്ത പാടുകൾ എന്നിവ പോലുള്ള അധിക കവറേജ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൺസീലർ പ്രയോഗിക്കുക. ക്ലയന്റിന്റെ സ്കിൻ ടോണുമായി പൊരുത്തപ്പെടുന്നതോ അതിലും കനം കുറഞ്ഞതോ ആയ ഷെയ്ഡ് പ്രയോഗിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യുക. കോണ്ടൂറിംഗിൽ ക്ലയന്റിന്റെ മുഖത്തിന്റെ ഘടന തെളിവാക്കുന്ന വിധത്തിൽ ഇരുണ്ട നിറത്തിലുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോണ്ടൂർ പൗഡർ ഉപയോഗിച്ച് ഇരുണ്ട ഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയും ഉൾപ്പെടുന്നു. കവിളുകളിലെ കുഴിവുള്ള ഭാഗങ്ങളിലും താടിയെല്ലിലും മൂക്കിന്റെ വശങ്ങളിലും കോണ്ടൂർ ഉൽപ്പന്നം പ്രയോഗിക്കുക. സ്വാഭാവികമായ ഇരുളിമ സൃഷ്ടിക്കുന്ന വിധത്തിൽ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ഒരു ഫൗണ്ടേഷൻ ബ്രഷോ സ്പോഞ്ചോ ഉപയോഗിച്ച് ക്ലയന്റിന്റെ സ്കിൻ ടോണുമായി പൊരുത്തപ്പെടുന്ന കളർ ക്ലയന്റിന്റെ മുഖത്ത് ഒരേ കനത്തിൽ പ്രയോഗിക്കുക. സ്വാഭാവികമായ ഫിനിഷ് ലഭിക്കുന്ന വിധത്തിൽ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്യുക. ക്ലയന്റിന്റെ കവിളുകളിലെ തുടുത്ത ഭാഗങ്ങൾ കണ്ടെത്തി അവിടെ ബ്ലഷ് പുരട്ടാൻ വേണ്ടി ക്ലയന്റിനോട് പുഞ്ചിരിക്കാൻ പറയുക. തുടർന്ന് ബ്ലഷ് ബ്രഷ് ഉപയോഗിച്ച് തുടുപ്പ് പോലെ തോന്നിക്കുന്ന വിധത്തിൽ ഇത് സാവധാനം ബ്ലെൻഡ് ചെയ്യുക. കവിൾത്തടങ്ങളുടെ ഉയർന്ന ഭാഗങ്ങൾ, മൂക്കിന്റെ പാലം, പുരികത്തിന്റെ വളവ് എന്നിങ്ങനെയുള്ള നിങ്ങൾ ഉയർത്തിക്കാട്ടാനോ തെളിച്ചു കാണിക്കാനോ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ഒരു ഹൈലൈറ്റർ പ്രയോഗിക്കുക. എടുത്തുകാട്ടുന്ന വിധത്തിൽ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്യുക. മേക്കപ്പ് ശരിയാക്കാനും തിളക്കം നിയന്ത്രിക്കാനും ഒരു ട്രാൻസ്ലൂസന്റോ അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡറോ ഉപയോഗിക്കുക. നിങ്ങളുടെ ക്ലയന്റിന് എണ്ണമയമുള്ള ചർമ്മമുണ്ടെങ്കിൽ ടീ സോണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മുഖത്ത് ചെറുതായിട്ട് പൗഡർ പ്രയോഗിക്കുകയും ചെയ്യുക. പ്രത്യേകം ഓർക്കുക, ഇപ്പറഞ്ഞവയെല്ലാം പൊതുവായ ചില അടിസ്ഥാന വസ്തുതകളാണ്. ക്ലയന്റുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കറക്റ്റീവ് മേക്കപ്പിന്റെ ടെക്നിക്കുകൾ വ്യത്യാസപ്പെടാം. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഈ സെക്ഷനിൽ നിങ്ങൾ മുഖങ്ങളെ അവയുടെ ആകൃതിക്കനുസരിച്ച് തരംതിരിക്കുക. മുഖത്തിനും കവിളിനും ആവശ്യമായ കറക്റ്റീവ് മേക്കപ്പ് നടപടികൾ, താടിയെല്ലുകൾക്ക് ആവശ്യമായ കറക്റ്റീവ് മേക്കപ്പ് നടപടികൾ, മൂക്കിനാവശ്യമായ കറക്റ്റീവ് മേക്കപ്പ് നടപടികൾ. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.